ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്ക് 55 പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന റോഡ് കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ചെളിക്കുളമായി മാറിയിരിക്കുന്നു. ആറളം വനത്തോട് ചേർന്ന താഴ്ന്ന പ്രദേശമാണ് 55 മേഖല. 500 മീറ്ററിൽ അധികം റോഡ് കുണ്ടും കുഴിയുമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വാർത്ത മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. വേനൽക്കാലത്ത് പോലും വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് വരുന്നതിന് വിമുഖത കാണിച്ച റോഡാണിത്. കനത്ത മഴ പെയ്തതോടെ വീണ്ടും വലിയ ദുരവസ്ഥയിലായി ഈ റോഡ്. ഇത്തവണ മഴ നേരത്തെ എത്തിയതോടെ ഈ റോഡിന്റെ എല്ലാ ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഏറെ ബാധിക്കുന്നത് വിദ്യാർത്ഥികളെയാണ്. സ്കൂൾ തുറന്നാൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിക്കുന്നതിനായി ഏർപ്പാട് ചെയ്ത ഗോത്രസാരഥി വാഹനങ്ങൾ പോലും ഈ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങുന്ന അവസ്ഥ വരെ ഉണ്ടാക്കും. ടാറിംഗ് പ്രവൃത്തിയോ കോൺക്രീറ്റ് പ്രവൃത്തിയോ നടത്താൻ സാധിക്കുന്നില്ലെങ്കിലും ചെളിക്കുളമായ സ്ഥലത്ത് കല്ലുപാകിയെങ്കിലും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം മേഖലയിലെ ജനങ്ങൾ ഉയർത്തുകയാണ്. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ശരിയാവില്ലല്ലോ. ഇതൊക്കെ ചെയ്യേണ്ട സർക്കാരല്ലേ, നമ്മളാണ് ചെയ്യേണ്ടത്. ഇതെങ്ങോട്ട് പോകുന്ന റോഡ്? 55 ഇത് നമ്മൾ പറയേണ്ടതല്ല, ഇത് സർക്കാർ തന്നെ കണ്ടു ചെയ്യേണ്ടതാ. എല്ലാവരും ബോട്ടിലാകുമ്പോൾ എല്ലാവരും ഓടി വരും. ഒരു രോഗീനെ ആകുമ്പോൾ കൊണ്ടുവരാണെങ്കിൽ എടുത്ത് ചോന്നുകൊണ്ട് വേണ്ടി വരിക അവിടത്തോട്ട്. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇത് എത്ര കാലം ഇങ്ങനെ നടക്കുന്നത്? ഇത് കാലങ്ങളായി. ഇത് ഈ രോഗം ഉണ്ടായപ്പോൾ തുടങ്ങിയതാ. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിൽ 55 എന്നുള്ള പ്രദേശത്തെ റോഡാണിത്. ഈ റോഡ് ചെളിക്കുളമായി കിടക്കുന്നത് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ മഴ കനത്തോടുകൂടി കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത നിലയിൽ ഈ റോഡ് 1 കിലോമീറ്ററിലധികം ചെളിക്കുളമായി കിടക്കുകയാണ്. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ വാഹനങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഗോത്രസാരഥി പദ്ധതി പ്രകാരമുള്ള വാഹനങ്ങൾ ഇവിടെ കടന്നു വരാത്ത ഒരു അവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് ഈ റോഡ് വന്നിരിക്കുകയാണ്. ഈ റോഡ് ഇവിടെയാണെങ്കിൽ 100 കണക്കിന് കുടുംബങ്ങൾ ഈ മേഖല, ഈ 55 മേഖലയിൽ താമസിക്കുന്നുണ്ട്. കാട്ടാനയുടെയൊക്കെ അതിരൂക്ഷമായ ഒരു ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ 55 പ്രദേശം. ഈ റോഡ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് അതിന് ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ ആളുകളുടെ ഈ പ്രദേശത്തെ ആളുകളുടെ ഒരു പരാതി. എന്തായാലും അത് ശരിവെക്കുന്ന തിരയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും മഴ കനത്തതോടുകൂടി ഈ റോഡ് വീണ്ടും ചെളിക്കുള. കാരണം ഇത് താഴ്ന്ന പ്രദേശമാണ്. കക്കുവ വിയറ്റ്നാം പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. താഴ്ന്ന പ്രദേശമാണ്, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡ് ഈ ചെളിയായ ഭാഗങ്ങളിൽ കല്ലുപാകിയോ ഒക്കെ ഗതാഗത യോഗ്യമാക്കി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഗുണകരമാവുന്ന നിലയിൽ അവരുടെ പഠനം മുടങ്ങാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ആറളം ഫാം 55-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഹലോ, ആ മുസുകയാണ്. ആ അംസുക, ഞാനേ പെരേ താമസം എടുത്തില്ലേ, അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരയിലുള്ള ടൈൽസും സാനിറ്ററീസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസ് സെറാമിക്കില്ലേ ആടെ വന്നിക്കുക. ആ അത് എടുത്തോണ്ടിരിക്കാണ്. നിങ്ങൾ പിന്നെ വിളിക്കുന്നാല് കേട്ടോ. പെരേ താമസത്തിന് വരണേ. ആ ശരി. ഈ ടൈൽസിന്റെ മുന്തിയ ഇനങ്ങളുണ്ടല്ലോ, അത് ഈ ഡ്രീം സെറാമിക്സിൽ റെഡിയാ മോളെ. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കും. സൊമാനി, AGL, LV, റൂൾസ തുടങ്ങിയ 20ഓളം ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്ട്സ് ഇവിടെ. പിന്നെ സാധാരണക്കാരന്റെ പോക്കറ്റിന് പറ്റിയ കളക്ഷൻസ് അവിടെ ഉള്ളതുണ്ടോ? അതുകൊണ്ടല്ല ഇപ്പൊ എല്ലാരും ഇങ്ങോട്ടെന്നെ വരുന്നത്. വിലക്കുറവാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതാണ് ഡ്രീംസ് സെറാമിക്. നിങ്ങളെ സ്വപ്ന ഭവനത്തിന് ആവശ്യമായ എല്ലാ തരം ടൈൽസും ഡ്രീം സെറാമിക്സിൽ റെഡിയാണ്. അത് മാത്രമല്ല കേട്ടോ, പെയിന്റുകളുടെ ഡിഫറെന്റ് കളക്ഷൻസും ഈ ഡ്രീം സെറാമിക്കിലുണ്ട്. അത് ഏതൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുമോളെ? ബെർജർ, ഇൻഡിഗോ, MRF, ഹെർബലെക്സ് എന്നിങ്ങനെ എല്ലാ പെയിന്റുകളും ഇവിടെ ഉണ്ട്. നമ്മളെ പുതിയ പെരയിലേക്കുള്ള എല്ലാ ടൈൽസും നമ്മളെ ഡ്രീം സെറാമിക്സിന്റെ അടുത്ത് നിങ്ങളും വേ പോരിട്ടോ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.